ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 3 കപ്പ് പച്ചരി, കൂടെ റേഷൻ കടയിലെ പുഴുക്കലരി 1 കൈപ്പിടി, ഉഴുന്ന് 1 കൈപ്പിടി. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെയും അതിലേക്ക് വെള്ളമൊഴിച്ച് 6 മണിക്കൂർ അരി കുതിർത്ത് വെക്കാം. 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വെള്ളം വെച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, മിക്സിയിലായതുകൊണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം. പിന്നെയും ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കൂടെ 1 കൈപ്പിടി ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ച് വെച്ചേക്കുന്ന മാവിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കപ്പി കാച്ചുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ജാറ് നന്നായി കഴുകി അതിലെ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി തുടർച്ചയായി ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാതെ ഇതുപോലെ നന്നായി കുറുകി വന്നതും ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ചൂടാറിയതിന് ശേഷം കപ്പി കാച്ചിയത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതടച്ച് രാത്രി മുഴുവൻ റൂം ടെമ്പറേച്ചറിൽ വെക്കാം. ഇനി രാവിലെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ.